വീട്ടില് ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് ആഗ്രഹിച്ചൊരു ഇന്നോവ കാർ വാങ്ങിച്ചു. ഇന്നോവ കാർ ഇടാനായിട്ടൊരു വീട് വേണം, പക്ഷെ 4 ബെഡ്റൂമും വേണം. കാരണം വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണ്. ഇന്നോവ കാറും പാർക്ക് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിഴക്കമ്പലത്തുള്ള ഈ ഒരു വീട് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആണ്. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് 4,400 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളും 2 ഇന്നോവ കാറും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വീട് നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. നമ്മൾ പറഞ്ഞതുപോലെ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ്. മെയിൻ റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ 11 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളിയിലേക്ക് 15ഉം എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററും. ആലുവ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 11 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 18 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഫ്രണ്ടിലൂടെ കടന്നു പോകുന്ന റോഡ് നോക്കിക്കോളൂ. ടാർ റോഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. റോഡ് ഫേസ് ആയിട്ടാണ് ഈ വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ്. തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ആളുകൾ താമസമുള്ളതാണ്. ബാക്കി കുറച്ച് വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിലും വീട് നോക്കുവാണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. മതിൽ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ മിഡിൽ പോർഷനിലായിട്ട് ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിട്ട് അവിടെ ഭംഗിയായിട്ടാണ് LED ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് ആണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ്. മെയിൻ 2 പില്ലറുകളിൽ ഭംഗിയുള്ള ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ധാരാളം ഷോ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നേരെ നമ്മൾ കയറുന്നത് നമ്മളുടെ ഒന്നാമത്തെ കാറ്. അത് നമ്മുടെ ഇന്നോവ കാർ പോലുള്ള വലിയ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള കവേർഡ് പോർച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. നമുക്കിനി അവിടെ ഗ്രാസിന്റെ വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. നിങ്ങളുടെ രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഓപ്പൺ സ്പേസും. സോ 2 കാറുകൾക്കുള്ള നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഭാഗത്തോട് നോക്കുമ്പോൾ ആ ഒരു വോള്, നമ്മുടെ കോമ്പൗണ്ട് വോളിൽ ഭംഗിയുള്ള ടെക്സ്ചർ ഡിസൈൻ ആണ്, ബ്രിക്ക് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ ഭംഗിയായിട്ട് പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള വീടിന്റെ വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ആ എന്റെ ഭാഗത്തായിട്ട് കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിണറിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന വീടിന്റെ ബാക്ക് സൈഡ് ആണ്. ഇവിടെയാണ് കിച്ചന്റെ ഡോർ വരുന്നത്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയ ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വരുന്നത്. ഇവിടെയും നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. കംപ്ലീറ്റ് മെറ്റൽ ഷിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. 4,400 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന മനോഹരമായ വീട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നേരെ കടന്നുകൊണ്ടിരിക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ആണ്. 1-2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോറ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെസ്റ്റിലേക്കാണ് ദർശനം വരുന്നത്. 2 പീസിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വാസ്തുപരമായിട്ടാണ്. നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം, ഔട്ടർ വരുന്ന പോർഷനുകളിലെല്ലാം തന്നെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലിവിംഗ് സ്പേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ലിവിംഗ് സ്പേസ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലൂഷ് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. നേരെ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഒരു ഭാഗത്ത് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള PVC പാനലിംഗ് വരുന്നുണ്ട്. ഡിസൈനോട് കൂടിയ ബോർഡാണ് സെൻട്രലായിട്ട് വരുന്നത്. നല്ല രീതിയിലാണ് വുഡൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ ഓപ്പൺ ഷെൽഫുകളും താഴെ നമുക്ക് ഡോർ വെച്ച് ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് വരുമ്പോൾ നമുക്ക് പെർഗോള മോഡലിൽ ഗ്ലാസ് ഇട്ട് ഫിക്സഡ് ആയിട്ട് കുറച്ച് നല്ല രീതിയിൽ ലൈറ്റ് ഒക്കെ കടക്കാനായിട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള വിൻഡോസും വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ 3 ഫേസ് കണക്ഷൻ ആണ് ഇലക്ട്രിസിറ്റിക്ക് മെയിൻ ആയിട്ട് വരുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ GM-ലും V-Guard-ലും ഒക്കെ ആയിട്ടാണ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഈ എൻട്രൻസ് വളരെ ഹെവി ആയിട്ട് വുഡൻ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭംഗിയായിട്ട് വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് സ്റ്റെപ്പുകളിൽ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ടും ഭംഗിയായിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ഡൈനിങ് ഹാൾ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 11.5 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസ് കണ്ടു. അതിന്റെ താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാം. ഇവിടെയായിട്ട് നമുക്ക് പെർഗോള മോഡലിലാണ് ടെഫന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുന്നത്. വുഡൻ ഔട്ട് ഫ്രെയിം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയ അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭംഗിയുള്ള പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഒരു വോള് നോക്കുവാണെങ്കിൽ ഒരു വുഡൻ ബോക്സ് പോലെ ചെയ്തിട്ട് അതിനകത്ത് ഭംഗിയുള്ള ഡിസൈൻ ആണ് വോളിന് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഒരു ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് അവിടെ വലിയ പെയിന്റിങ്സോ അല്ലെങ്കിൽ എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ആ ഒരു വോളിൽ നമുക്ക് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഡൈനിങ് ഹാളിൽ നമുക്ക് ഏകദേശം ഒരു 6-7 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ ഒരു പോർഷൻ വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആണ്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള റൂഫിന്റെ എൻഡ് പോർഷനിൽ നോക്കിയാൽ നമുക്ക് ഭംഗിയായിട്ട് വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പോർഷൻ വന്നിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തെ റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്താണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. നല്ല ഭംഗിയായിട്ട് സ്റ്റീൽ ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത്. ജെറയുടെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് ഇവിടെ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വുഡൻ കളറിലും ഡിസൈനിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ വന്നിട്ട് നമുക്ക് ഗ്ലാസ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള LED ലൈറ്റുകളുടെ റിഫ്ലക്ഷൻ നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും വളരെ സിമ്പിളായ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. താഴത്ത് 2 ബെഡ്റൂമുകളുണ്ട്. ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിലേക്ക് നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബുകള് ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബേ വിൻഡോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് വരുന്നത്. അതിനകത്ത് LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ ആവശ്യത്തിന് അതിന് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ് കളർ കോമ്പിനേഷൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ തന്നെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും വരുന്നുണ്ട്. താഴെയൊക്കെ നോക്കിയാൽ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. നമുക്ക് കിച്ചന്റെ മെയിൻ കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിലും ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിറയെ വിൻഡോസ് ആണ് കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സും കിട്ടുന്നുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു വുഡൻ ടൈപ്പ് വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നമുക്ക് സിങ്ക് നോക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് കാണാം. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. നേരെ മുകളിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിലും വെന്റിലേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ തുറന്നാൽ നമുക്ക് പുറത്ത് സ്പേസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. വേണമെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ഒരു വോളിൽ നമുക്ക് ടഫിന്റെ ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കിട്ടുന്നുണ്ട്. മുകളിലിട്ടിരിക്കുന്ന ഷാൻലിയർ കുറച്ചും കൂടി അടുത്ത് നമുക്ക് വിസിബിൾ ആണ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലൈറ്റ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഡോർ വരുന്നത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. റൂഫ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്.
ഫ്ലോർ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഏകദേശം മുകളിലെത്തുന്നത് വരെ റൂഫ് കവറിംഗ് ആണ്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കിട്ടുന്നത്. താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബെഡ്റൂം സൈസ് 12 അടി നീളവും 12 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. അതിനടുത്ത് 2 വിൻഡോസ് വരുന്നുണ്ട്. അതിനെയും അടുത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. വാർഡ്രോബുകളൊക്കെ ഭംഗിയായ ഡിസൈനിലാണ് മിഡിൽ പോർഷനിലൊക്കെ ഗ്ലാസ്സിലൊക്കെ ഇട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. ബാക്കി വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്ത് 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആൻഡ് ബ്രൗൺ കളറിലെ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. നമ്മൾ കടന്നു വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ നമുക്കൊരു വലിയ ഹാള് തന്നെയാണ് കിട്ടുന്നത്. ഹാളിന്റെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഡിസൈനുകളാണ്. കംപ്ലീറ്റ് ആയിട്ട് റൗണ്ടുകൾ കൊടുത്തിട്ട് അതിനകത്തൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഇങ്ങോട്ട് നമുക്ക് കവർ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് 4ാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗത്ത് വരാവുന്നതാണ്. ഡോറുകളെല്ലാം തന്നെ സെയിം പാറ്റേണിലാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ലീഫി ഡിസൈനിലൊക്കെയാണ് ടൈലുകൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. 12.5 അടി നീളവും 11 അടി വീതിയുമുള്ള നല്ലൊരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്താണ് വലിയൊരു വാർഡ്രോബ് നമുക്ക് കിട്ടുന്നത്. 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു മെയിൻ ഹാളിനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കിട്ടുന്നത് അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നല്ല വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ള 2 വിൻഡോസും ആണ് വരുന്നത്. TV വെക്കാനായിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഷേപ്പിലൊക്കെയാണ് അത് വെച്ചിരിക്കുന്നത്. ഉടനായിട്ട് തന്നെ താഴെയൊക്കെ നിറയെ ക്ലോസ്ഡ് കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയുടെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോർ വരുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നേരെ ബാൽക്കണിയിലേക്കാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കിട്ടുന്നത്. വലിയൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലും കൂടിയാണ്. നമുക്ക് ഇവിടെ ബാൽക്കണി 2 ആയിട്ട് കിട്ടുന്നുണ്ട്. റൂഫ് കവർ ചെയ്തൊരു പോർഷനും ഓപ്പൺ പോർഷനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ വേണ്ട, ആ ഒരു സൺലൈറ്റ് വേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ആ ഒരു പോർഷനും യൂസ് ചെയ്യാവുന്നതാണ്. സ്പേഷ്യസ് ആയിട്ടും വലിയൊരു ഏരിയ തന്നെ ബാൽക്കണിക്ക് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഭംഗിയുള്ളൊരു വീടാണെന്ന് പരിചയപ്പെട്ടത്. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തി. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. അതിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. 4,400 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1,900 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് നമുക്ക് കിട്ടുന്നത്. 4 ബെഡ്റൂമുകളിൽ നിങ്ങൾ കണ്ടു വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കൺസേൺ ആണ് കാർ പാർക്കിംഗ്. 2 ഇന്നോവ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് തന്നെ ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. എല്ലാ സൗകര്യത്തോടു കൂടി 4 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് 76 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 76 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ ഈ വീട് വേണമെങ്കിലും തീർച്ചയായിട്ടും അതും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഒട്ടും ഡിലേ വെക്കേണ്ട. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.